ദീപ കാണല്ലോ. ഒരു മിനിറ്റ്. പറയടാ. നിങ്ങളുടെ മകൻ എഡിറ്റിന്റെ ഫോണിൽ നിന്ന് സംസാരിക്കുന്നത് കൃതികയാ. നിന്നെ ഞാൻ ശരിയാക്കി തരടാ. നിന്നെ അമേരിക്കയിലേക്കല്ല, അണ്ടർഗ്രൗണ്ടിലേക്ക് അയക്കടാ. കഷ്ടമല്ലേ, ഇവർ ഇത്രയും ബുദ്ധിമുട്ടിലാണ് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. പണ്ട് ചെയ്ത ദ്രോഹങ്ങൾക്ക് ദൈവം തിരിച്ചു കൊടുത്തതായിരിക്കും. പവിത്രേ, രണ്ടുപേർക്കും നമസ്കാരം. നമസ്കാരം. ആദ്യം പിറന്നാൾ ആശംസകൾ. പിറന്നാളോ? എന്റെ പിറന്നാൾ ഇന്നല്ലല്ലോ. അല്ല, ചേച്ചി ഇന്നാണെന്ന് പറഞ്ഞു. അംബികേച്ചി വല്ല സ്വപ്നം കണ്ടതായിരിക്കും സർ. അല്ല, കഴിഞ്ഞ ദിവസം പവിത്ര പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു, ഇന്നാണ് പിറന്നാളെന്ന്. ഇല്ല, ചേച്ചിക്ക് തോന്നിയതായിരിക്കും. എന്തായാലും പിറന്നാളാണെന്ന് പറഞ്ഞ് പ്രതാപൻ ഗിഫ്റ്റൊക്കെ വാങ്ങിയതല്ലേ. എന്തായാലും ഒരു അഡ്വാൻസ് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചോ. സിസ്റ്ററെ, അപ്പോ അഡ്വാൻസ് പിറന്നാൾ ആശംസകൾ. താങ്ക് യു. അല്ല, ഞാൻ കോഫി എടുക്കട്ടെ? അയ്യോ, ഒന്നും വേണ്ട സിസ്റ്ററെ. ഞാനങ്ങനെ കൂടുതൽ ചായയും കോഫിയൊന്നും കുടിക്കാറില്ല. ഡോക്ടറുടെ കർശന നിർദ്ദേശമാണ്. പവിത്ര ഇവിടെ ഇരിക്കെ, നമുക്കേ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം. അതല്ലേ ഒരു സന്തോഷം. ആ, അതെ അതെ, അതാ കൂടുതൽ സന്തോഷം. സിസ്റ്റർ ഇപ്പോ ഞങ്ങളുടെ കുടുംബത്തിനൊരു ഭാഗമാ. ഒരിക്കലും അന്യല്ല, എന്തും തുറന്നു പറയാം. അതെ, എന്തും ഞങ്ങളോട് തുറന്നു പറയാം. പ്രതാപനോടും എന്നോടും എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം പവിത്രയ്ക്കുണ്ട്. സാറിനോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. ബഹുമാനം മാത്രം പോരല്ലോ, ഒരു ഇഷ്ടവും വേണ്ടേ? അല്ല, പവിത്ര എന്താ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തെ? എന്താ, വിവാഹം വേണ്ടെന്നാണോ? അതെ, പ്രതാപൻ നിർബന്ധിച്ച് ചോദിക്കുന്നതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? അത് ഞാൻ പിന്നെ പറയാം. എന്റെ ചോദ്യം പവിത്രയോടാ. അല്ല, എന്താ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാത്തെ? എന്റെ കല്യാണമൊന്നും നടക്കില്ല ചേച്ചി. എനിക്ക് ചൊവ്വാദോഷമുണ്ട്. ആ, പിന്നെ ചൊവ്വാദോഷം. ചൊവ്വാദോഷം ഉള്ളവരാരും കല്യാണം കഴിക്കാതിരിക്കുന്നുണ്ടോ? ഒന്ന് പോവണേ. ഞാൻ കല്യാണം കഴിച്ച താലി കെട്ടിയ പുരുഷന് ഉടനെ അപകടം സംഭവിക്കുന്ന എന്റെ ജാതകത്തിലുള്ളത്. പിന്നെ ഏതോ ഒരു വിവരദോഷി എഴുതിയ ജാതകം വെച്ച് ജീവിതം കൊണ്ടുപോയി തകർക്കരുത്. അതെ, ഒരു ജാതകവും കറക്റ്റല്ല. പവിത്രയെ പോലെ തുല്യ ദുഃഖമുള്ള ഒരാള് എനിക്കും ഉണ്ട്. ഞാനേ അയാളുമായിട്ട് പവിത്രയ്ക്കൊരു കല്യാണം ആലോചിച്ചാലോ? പവിത്രയെക്കാളും അല്പം പ്രായക്കൂടുതലുള്ള ആളാ. പ്രായക്കൂടുതലൊന്നും ഇക്കാലത്തൊരു വിഷയമല്ല. എന്താ, ഞാൻ ആലോചിക്കട്ടെ? പ്ലീസ് ചേച്ചി, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് ഹൈദരാബാദില്. ഞാൻ നാളെ തന്നെ ഹൈദരാബാദിലേക്ക് പോവും. പവിത്രേ, ഞാൻ പറയുന്ന പവിത്ര ഒന്ന് കേൾക്ക്. ഒരു കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇവിടെ ജീവിക്കേ. ചേച്ചി കല്യാണം ആലോചിക്കാൻ വന്നാണോ അതോ പിറന്നാൾ ആശംസിക്കാൻ വേണ്ടി വന്നാണോ? കല്യാണവും വേണ്ടേ പ്രതാപ? ദീപ കാണല്ലോ. ഒരു മിനിറ്റ്. പറയടാ. നിങ്ങളുടെ മകൻ എഡിറ്റിന്റെ ഫോണിൽ നിന്ന് സംസാരിക്കുന്നത് കൃതികയാ. നിങ്ങളുടെ മകനെ ഞങ്ങളുടെ കയ്യില് കിട്ടിയിട്ടുണ്ട്. അവനെ പോലീസിൽ ഏൽപ്പിക്കണോ അതോ? അയ്യോ വേണ്ട. വേണ്ടെങ്കി
ആ സംയുക്തയെ വെച്ചുള്ള പവിത്ര കളി വേഗം അവസാനിപ്പിക്കണം. നിങ്ങളൊരു മനസാക്ഷിയില്ലാത്തവരാണെന്നറിയാം. എന്റെ അച്ഛനെ ചതിക്കാൻ നോക്കിയാൽ ഇവനെ ഞങ്ങള് പോലീസിൽ ഏൽപ്പിക്കും. പറ, അച്ഛനെ ചതിക്കോ? ഇല്ല. ഉശ്ശോ. പ്രതാപ വന്നേ. എന്താ ചേച്ചി? ഒന്നുമില്ല, നമുക്ക് ഇറങ്ങാം. ഇറങ്ങാം. ആ അല്ല ചേച്ചി, ഒന്നും കഴിക്കാതെ. കഴിക്കുന്നതൊക്കെ പിന്നീട് ഒരിക്കലും ആവാലോ. അല്ല, അച്ഛനോട് കിടന്നു കാണും. വിളിക്കണോ സർ? അയ്യോ വേണ്ട വേണ്ട, പറഞ്ഞാ മതി. എന്നാ പോവാ. ശരി ചേച്ചി, പോയിട്ട് വാ. ശരി. വാ വാ വാ, ചേച്ചി എന്താ ഇത്ര അത്യാവശ്യം? വേഗം വാ, കേറ്. ആ കേറ്. പുറത്തേക്ക് ഇറങ്ങുമ്പോ അഭ്യാസം ഇറക്കിയാ നിന്റെ പരുപ്പളക്കം ഞാൻ. എന്തെങ്കിലും വേലവേ ഇറക്കിയ അപ്പൊ തന്നെ പോലീസിനെ വിളിക്കാം. എല്ലാം കൂടി ചേർത്ത് പോലീസ് കൊടുത്തോളും. രാജു, ഋതിക, പ്ലീസ്, ഞാൻ ഇനി മേലെ നിങ്ങളെ ഉപദ്രവിക്കാൻ വരില്ല. ദയവായിട്ട് എന്നെ വിടണം. ഞാൻ അമേരിക്കയിലേക്ക് പൊയ്ക്കോളാം. അങ്ങനെ നീ അമേരിക്കയിലേക്ക് പോണ്ടടാ. നിന്നെ എത്തിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങള് സേഫ് ആയിട്ട് എത്തിക്കാം. ഇനി ജന്മത്ത് ഞാൻ നിങ്ങളെ കൺവെടുത്ത് പോലും വരില്ല. പ്ലീസ്, എന്നെ വിടണം. ഇതൊക്കെ നിന്റെ ഓരോരോ നമ്പർ അല്ലേടാ. അംബികാസുധനെ. എന്ത് സുധനെ? അംബികാസുധൻ, അംബികയുടെ തല തെറിച്ച മകൻ. അമ്മമ്മ പറഞ്ഞത് കേട്ടതാ. പോവാം, പോകാളിയാ. രാജു, പ്ലീസ്, എന്നെ വിടണം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം. നിന്നെ എന്ത് ചെയ്യണമെന്നേ എന്റെ അച്ഛൻ തീരുമാനിക്കും. നടക്കട പുറത്തേക്ക്. നടക്കടാ. നടക്ക്. ഓ, ചേച്ചി ഇത് എന്തൊക്കെയാ അവരോട് സംസാരിച്ചത്? ആ പെൺകുട്ടി എന്ത് വിചാരിച്ചാണോ? അവളെന്ത് വിചാരിക്കാൻ? ഞാൻ കാര്യമില്ലേ സംസാരിച്ചത്. എന്ത് കാര്യം? നമ്മൾ അവിടെ ചെന്നത് ആ പെൺകുട്ടിയുടെ പിറന്നാളെന്ന് കരുതിയില്ലേ? അല്ലാതെ കല്യാണക്കാര്യം ഡിസ്കസ് ചെയ്യാനൊന്നും അല്ലല്ലോ. എടാ, അപ്പൊ നിനക്ക് ആ കുട്ടിയോട് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. അത് ചേച്ചി വിചാരിക്കുന്ന പോലത്തെ ഇഷ്ടമൊന്നുമല്ല. അവരൊരു സുഹൃത്തായിട്ട് പോലുമല്ല. എനിക്ക് ആ കുട്ടിയോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. മോനെ, ഞാൻ ജീവിക്കുന്നത് എന്റെ ആങ്ങളയായ നിനക്ക് വേണ്ടിയാ. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവണം, അതാ എന്റെ ലക്ഷ്യം. അതാ ഞാൻ അവളെ നിനക്ക് കല്യാണം ആലോചിച്ചേ. ദയവായി എന്നെ അപമാനിക്കില്ല ചേച്ചി. ഒരു വിവാഹ ജീവിതം കൊണ്ട് തന്നെ എനിക്ക് മതിയായി. ഞാൻ എങ്ങനെയെങ്കിലും സമാധാനമായിട്ടൊന്ന് ജീവിച്ചു പൊയ്ക്കോട്ടെ.